നമുക്കൊക്കെ കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ളവരായിരിക്കും. ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാകില്ല. 1ഉം 2ഉം വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ കണ്ടാൽ ആർക്കും ഒന്ന് ഓമനിക്കാനൊക്കെ തോന്നുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് 1 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ പണത്തിനു വേണ്ടി വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസം തോന്നും. സംഭവം സത്യമാണ്. കേരളത്തിലൊന്നുമല്ല ഈ സംഭവം, തെലങ്കാനയിലാണ് നടക്കുന്നത്. മെഹബൂബ നഗർ ജില്ലയിലെ തെലുഗുകുടം ഗ്രാമത്തിലെ ദമ്പതികളാണ് 4ാമത്തെ കുഞ്ഞിനെ 1 ലക്ഷം രൂപയ്ക്ക് വിറ്റത്. നാട്ടുകാർ പറഞ്ഞാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത്. പണത്തിനു വേണ്ടി സ്വന്തം കുഞ്ഞിനെ വിറ്റു എന്ന വാർത്ത ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. തെലുഗുകുടം ഗ്രാമത്തിലെ സാധാരണ കൂലി തൊഴിലാളികളാണ് കുഞ്ഞിന്റെ മാതാപിതാക്കൾ. 2 ആഴ്ച മുൻപാണ് ഒരിടനിലക്കാരൻ ഗ്രാമത്തിൽ നവജാത ശിശുക്കളെ വിൽക്കാനുണ്ടോ എന്ന് ചോദിച്ച് എത്തുന്നത്. പണത്തിന് വലിയ ഞെരുക്കം അനുഭവപ്പെട്ടിരുന്ന ഇവർ ഇളയ കുട്ടിയെ ഇയാൾ വഴി വിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇവർക്ക് വേറെ 2 ആൺമക്കളും ഒരു പെൺകുട്ടിയുമുണ്ട്. ഇപ്പോൾ സംഭവത്തിൽ സമഗ്ര ശിശു വികസന സേവന ഓഫീസർ ഇടപെട്ടിട്ടുണ്ട്. 17-ാം തീയതി ലഭിച്ച പരാതി പ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തു. മാതാപിതാക്കൾക്കും കുഞ്ഞിനെ വിൽക്കാൻ ഇടനില നിന്ന ആൾക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. മാതാപിതാക്കൾ വേണ്ടെന്ന് വെച്ചെങ്കിലും കുഞ്ഞിനെ ഏറെ പരിശ്രമത്തിനൊടുവിൽ പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. జగదీశ్వర్ అని ఐసిడిఎస్ సూపర్వైజర్ మహబూబ్నగర్ వారు ఒక ఫిర్యాదు ఇచ్చినారు. అందులో ఏంటంటే ఈ నీలిమ అని మన తెలుగుగూడెం అమ్మాయి, ఆమెకి 2 కొడుకులు 1 కూతురు, 1 నెల కిందట ఒక బాబుని జన్మనిచ్చినది గవర్నమెంట్ హాస్పిటల్లో. అంటే ఆమె ఆర్థిక పరిస్థితి ఆసరా తీసుకొని భూత్పూర్ మండల్ మన భీమయ్య అని అతను ఆమెతోటి మంచిగా చేసుకొని అలా బాబుని విక్రయించింది. 1 లక్ష రూపాయలు ఇచ్చి విక్రయించేసి అదే బాబుని మునిమోక్షం తరుణ్ వారికి అమ్మడం జరిగింది. ఇటు విషయము వాళ్ళ తెలుగుగూడెం గ్రామ సర్పంచ్ ఉషనయ్య వాళ్ళ ఐసిడిఎస్ వాళ్ళకి ఫిర్యాదు చేయగా వాళ్ళు విచారించేసి ఈరోజు అట్టి బాబుని రెస్క్యూ చేసి సిడబ్ల్యూసి దగ్గర ప్రొడ్యూస్ చేసి వాళ్ళ ఆదేశాల అనుసారం ఇవ్వడం అయినది. అదే దాని మీద మాకు ఫిర్యాదు చేయగా మేము దానిపైన కేసు నమోదు చేసి విచారణ చేపడుతున్నాం. മെഹബൂബ നഗർ ടൗണിൽ നിന്നാണ് കുഞ്ഞിനെ പോലീസ് കണ്ടെത്തുന്നത്. കുഞ്ഞിനെ വാങ്ങിയ ആളുടെ വീട്ടിൽ നിന്നും പോലീസ് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. കുഞ്ഞ് പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പരിചരണത്തിലാണ് ഇപ്പോഴുള്ളത്. ആരായിരുന്നു ആ ഇടനിലക്കാരൻ എന്നതിലടക്കം ഇപ്പോൾ പോലീസ് അന്വേഷണം തുടർന്നു വരികയാണ്. ഇരച്ചെവി അറിയാതെയാണ് മാതാപിതാക്കളും ഇടനിലക്കാരനും ചേർന്ന് കുഞ്ഞിനെ വിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും കുഞ്ഞിനെ കൈമാറിയതും. എന്നാൽ ഇളയ കുഞ്ഞിനെ കുറെ നാളായി കാണാതിരുന്നതിനെ തുടർന്ന് നാട്ടുകാർ അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ മാതാപിതാക്കൾ വ്യക്തമായൊരു ഉത്തരം ആർക്കും നൽകിയിരുന്നില്ല. മാതാപിതാക്കളുടെ ഈ പെരുമാറ്റത്തിലൂടെ കുട്ടിക്ക് എന്തോ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കിയ ഇവർ വീണ്ടും കാര്യം തിരക്കിയെങ്കിലും അവർ ഒന്നും തുറന്നു പറയാൻ തയ്യാറായില്ല. തുടർന്നാണ് നാട്ടുകാർ പോലീസിൽ വിവരം നൽകിയത്. ഇങ്ങനെ ഗ്രാമത്തിൽ നിന്ന് വേറെയും കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. എന്താകും പണത്തിന് ഞെരുക്കം വന്നപ്പോൾ സ്വന്തം കുഞ്ഞിനെ തന്നെ വിൽക്കാമെന്ന തീരുമാനത്തിലേക്ക് ആ മാതാപിതാക്കൾ എത്തിയത് എന്നത് വലിയൊരു ചോദ്യമായി ബാക്കിയാവുകയാണ്. ഗ്രാമത്തിലും സമീപ പ്രദേശങ്ങളിലുമായി മുൻപ് കാണാതായിട്ടുള്ള കുട്ടികളെ പറ്റി അടക്കം ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.